ചേഞ്ച് പലർക്കും താല്പര്യമില്ല ചേഞ്ചിനോട്, അല്ലെങ്കിൽ ആളുകൾക്ക് മാറാൻ താല്പര്യമില്ല. ചേഞ്ച് ആവുന്ന ട്രെയിൻ ഇങ്ങനെ വരുമ്പോൾ പലരും അതിനെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മാറില്ല, ഞാൻ മാറാൻ തയ്യാറല്ല. ഈ ഒരു ആറ്റിറ്റ്യൂഡിലാണ് പല ബിസിനസ്സുകാരും എന്നുള്ളത്. ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് ഇത്രയും വളർന്നിട്ടുള്ള ഈ ഒരു ലോകത്ത് ഇപ്പോഴും നമ്മൾ പല ചേഞ്ചിനെ അഡാപ്റ്റ് ചെയ്യാറില്ല. ചേഞ്ചിന് നമുക്ക് താല്പര്യമില്ല. ഈ ചേഞ്ച് നമ്മുടെ ദേഹത്തൂടെ കയറി ഇറങ്ങി പോകുമ്പോഴാണ് നമ്മൾ പലപ്പോഴും ചേഞ്ചിനെ കുറിച്ച് തന്നെ അറിയാറുള്ളത്. അതിനൊരു മെയിൻ റീസൺ ബിസിനസ്സുകാരൻ പലരും അപ്ഡേറ്റ് ചെയ്യുന്നില്ല, പുതിയ കാലത്തെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്നില്ല, പുതിയ ട്രെൻഡുകളെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം ഈ വേൾഡ് ഇത്രയും അഡ്വാൻസ്ഡ് ആണ്, ആ മാർക്കറ്റ് ഇത്രയും ഓപ്പൺ ആണ്, വളരെ വൈഡായിട്ട് നമുക്കിന്ന് പ്രൊഡക്റ്റ്, സർവീസ്, ഐഡിയ സെല് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇന്നും പലരും ചിന്തിക്കുന്നത് ഒരു 10 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്ത് 10 ലക്ഷം രൂപയുടെ ഇൻറ്റീരിയർ ചെയ്ത് ഒരു 10 ലക്ഷം രൂപയുടെ പ്രൊഡക്റ്റ് ഇറക്കിയിട്ട് ഒരു 10 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒരു ചെറിയ റീറ്റെയിൽ ബിസിനസ്സുകളെ കുറിച്ചാണ് ഇന്നും പലരും ചിന്തിക്കുന്നത്. 30 ലക്ഷം രൂപയുടെ വലിയൊരു ബിസിനസ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ അവരൊരു 10 കിലോമീറ്റർ ചുറ്റളവിൽ വളരെ ഒതുങ്ങി കൂടിയിട്ടുള്ള ഒരു ചെറിയ ബിസിനസ്, അവിടെ നിന്ന് അവർക്ക് ഒരു 20 30 കോമ്പറ്റീറ്റേഴ്സും കാണും. ആ ഒരു മാർക്കറ്റിലേക്കാണ് ഇപ്പോഴും പലരും എൻ്റർ ചെയ്യുന്നത്. കാരണം ഇത്രയും വൈഡായിട്ടും ഇത്രയും ചേഞ്ച് നമുക്ക് ചുറ്റുണ്ടായിട്ടും പലരും ഇത് അഡാപ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നില്ല. ആക്ച്വലി ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ചിന്തിക്കുന്നത് എങ്ങനെ ഇരിക്കുന്ന ചെയറിൽ നിന്ന് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ്. AI-യെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്ന ആളുകൾ. പക്ഷേ ഇതിനൊന്നും ശ്രദ്ധിക്കുവാനോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പഠിക്കുവാനോ അതല്ലെങ്കിൽ ഇത് എൻ്റെ ബിസിനസ്സിൽ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുമെന്ന് ചിന്തിക്കുവാനോ ഇന്നും പല ബിസിനസ്സുകാരും തയ്യാറല്ല. അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് സഫർ ചെയ്യുന്നുണ്ടെന്ന്. ട്രഡീഷണൽ രീതിയിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് ഇന്ന് സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മാറാൻ തയ്യാറല്ല. നമ്മളിപ്പോൾ ഒരു ഇ-കൊമേഴ്സിൻ്റെ സ്റ്റാറ്റിക്സൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ വെറും 2% ആണ്. 2% ബിലോ ആയിരിക്കാം ചിലപ്പോൾ. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആ ചേഞ്ചിനെ അഡാപ്റ്റ് ചെയ്യുന്നില്ല, നമ്മൾ അതിലോട്ട് വരുന്നില്ല എന്നുള്ളതാണ്. ഈ അടുത്ത് വാട്സപ്പിലൊരു വളരെ വേദനാജനകമായിട്ടൊരു മെസ്സേജ് ഉണ്ടായിരുന്നു. ഒരു മെസ്സേജ് ഇട്ടിരിക്കുകയാണ് വാട്സപ്പിൽ, ഒരു ഗ്രൂപ്പിനകത്ത് ഞാൻ വായിച്ചൊരു മെസ്സേജാണ്. ആ മെസ്സേജിനകത്ത് പറയുന്നു, ഷൂ കച്ചവടക്കാരൻ ഫർണിച്ചർ ഓൺലൈനിൽ നിന്ന് വാങ്ങുന്നു, ഫർണിച്ചർ കച്ചവടക്കാരൻ ഷൂ ഓൺലൈനിൽ നിന്ന് വാങ്ങുന്നു, ഇവർ രണ്ടുപേരും പലചരക്ക് മറ്റൊരു ഓൺലൈൻ സ്റ്റോറിൽ നിന്ന് വാങ്ങുന്നു. അതുകൊണ്ടാണ് നാട്ടിലെ ബിസിനസ്സുകളൊക്കെ കുറയുന്നത്. അതുകൊണ്ട് നമ്മളെല്ലാവരും നാട്ടിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യുക, ഓൺലൈൻ ബിസിനസ്സുകളെ ബഹിഷ്കരിക്കുക. ആക്ച്വലി അവർ ചേഞ്ച് ചെയ്യത്തില്ല, ചേഞ്ച് ചെയ്യുന്നവരെ കൂടി തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ട് അതൊരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല. നമ്മൾ ചേഞ്ച് ചെയ്യാന്നല്ലാതെ നമുക്കൊരു ചേഞ്ചിനെ പിടിച്ചു നിർത്താൻ പറ്റില്ല. കാരണം മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമാണ്. അപ്പോൾ നമ്മളൊരു ബിസിനസ്സുകാരൻ എന്നുള്ള നിലക്ക് നമ്മൾ ആദ്യം പഠിക്കുന്നത് ചേഞ്ചിനെ അഡാപ്റ്റ് ചെയ്യും. ആരും ആദ്യം ചേഞ്ചിനെ അഡാപ്റ്റ് ചെയ്യുന്നത് അയാൾ സർവൈവ് ചെയ്യും. ചേഞ്ചിനെ അഡാപ്റ്റ് ചെയ്യാൻ പഠിക്കണം. പലരും തൻ്റെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ പേടിച്ചിട്ടാണ് ഈ ചേഞ്ച് അക്സെപ്റ്റ് ചെയ്യാത്തത്. കാരണം കംഫർട്ട് സോണിന് പുറത്താണ് ഈ ചേഞ്ച് എന്ന് പറയുന്നത്. തൻ്റെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ അയാൾ ആഗ്രഹിക്കുന്നില്ല. കാരണം അയാളിപ്പം നിൽക്കുന്ന ബിൽഡിംഗ് ആവട്ടെ, ബിസിനസ് ആവട്ടെ, അയാൾക്കിപ്പം ഡെയിലി നടന്നുകൊണ്ടിരിക്കുന്ന 1000 രൂപയുടെ സെയിലാവട്ടെ, അകത്തുള്ള സ്റ്റാഫ് ആകട്ടെ, ഇതൊക്കെ അയാളുടെ കംഫർട്ട് സോൺ അകത്തുള്ള കാര്യങ്ങളാണ്. സോ ഈ ചേഞ്ച് എന്ന് പറയുന്നത് അയാളുടെ കംഫർട്ട് സോണിൻ്റെ പുറത്തുള്ളതാണ്. സോ അത് എക്സ്പാൻഡ് ചെയ്യാൻ, അയാളുടെ കംഫർട്ട് സോൺ എക്സ്പാൻഡ് ചെയ്താൽ അയാൾക്ക് ചേഞ്ചിനെ അക്സെപ്റ്റ് ചെയ്യാൻ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് പേടിച്ചിട്ട് പലരും ചേഞ്ചിനെ അഡാപ്റ്റ് ചെയ്യാറില്ല. ആക്ച്വലി ഇപ്പോൾ നമുക്കറിയാം മൊബൈൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന വളരെ നല്ലൊരു ടൂളാണ്. കാരണം അവിടെ നമുക്ക് പുഷ് നോട്ടിഫിക്കേഷൻ കിട്ടുന്നുണ്ട്. ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ഒരു യൂസറെ നമുക്ക് അങ്ങോട്ട് പുഷ് ചെയ്ത് നോട്ടിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മുടെ ബിസിനസ്സിനെ. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ നല്ലൊരു ടൂളായിട്ട് അത് നിൽക്കുമ്പോൾ നമ്മളെല്ലാവരും ഇന്ന് വെബ്സൈറ്റിൻ്റെ പിന്നാലെയാണ്. വെബ്സൈറ്റ് നല്ല ടൂളാണ്, അല്ല എന്നല്ല പറയുന്നത്. പക്ഷേ അതിലും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ടൂളുകൾ ഇന്ന് മാർക്കറ്റിലുണ്ട്. പക്ഷേ ഇന്ന് വെബ്സൈറ്റ് 2000 രൂപക്കും 1000 രൂപക്കൊക്കെ ചെയ്തു തരാൻ മാർക്കറ്റിൽ ആളുകൾ ഉള്ളത് കൊണ്ട് എല്ലാവരും ഇന്ന് വെബ്സൈറ്റിലേക്ക് പോകുന്നു. അവരൊരിക്കലും എൻ്റെ ബിസിനസ്സിന് റൈറ്റ് മാർക്കറ്റിംഗ് ടൂൾ ഏതാണെന്നല്ല നോക്കുന്നത്, ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ടൂൾസ് ഏതാണെന്നുള്ളതാണ് ആളുകൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വലിയൊരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ബിൽഡിംഗ് പണിയുന്നു അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിന് ഇൻറ്റീരിയർ ചെയ്യുന്നു, നമ്മൾ ആ നാട്ടിലുള്ള ഏറ്റവും ടോപ്പായിട്ടുള്ള ഒരാളെ വെച്ചിട്ടാണ് അതിൻ്റെ എന്ത് ചെയ്യാം ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഡിസൈനിങ് വർക്കുകളൊക്കെ ചെയ്യിപ്പിക്കുക. മാർക്കറ്റിങ്ങിൻ്റെ ഒരു കാര്യം വരുന്ന സമയത്ത് അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ മറ്റൊരു ഗ്രോത്തിൻ്റെ സ്റ്റേജ് വരുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള സർവീസുകൾ ഉപയോഗിക്കുക. മാർക്കറ്റിംഗ് ആയാലും കൺസൾട്ടിങ് ആയാലും ഏറ്റവും ചീപ്പസ്റ്റ് എവിടെ കിട്ടും, നമ്മൾ അതാണ് നോക്കുന്നത്. ആക്ച്വലി നമ്മുടെ മാർക്കറ്റിങ്ങും നമ്മുടെ സ്ട്രാറ്റജീസുമാണ് നമ്മുടെ ബിസിനസ്സിന് അടുത്ത ലെവലിലേക്ക് നോട്ട് ദ ഇൻറ്റീരിയർ അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങി വെച്ചിരിക്കുന്ന കമ്പ്യൂട്ടേഴ്സോ അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിയിട്ടുള്ള കാറോ അല്ല അടുത്ത സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്നത്. നിങ്ങൾ അടുത്ത സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്നത് നിങ്ങളുടെ സ്ട്രാറ്റജീസും നിങ്ങളുടെ കൺസെപ്റ്റ് ഐഡിയാസും. അവിടെ നിങ്ങൾ ഏറ്റവും ചീപ്പായിട്ടുള്ള മെത്തേഡ്സ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചീപ്പസ്റ്റ് ആയിട്ടുള്ള ആളുകളെ യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഏജൻസീസ് ആവട്ടെ അവർ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ആളുകൾ ഈ ചേഞ്ച് ചെയ്യാൻ പലർക്കും പറ്റാത്തതും. കാരണം അവർക്ക് അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കിട്ടുന്നില്ല.